നമ്മൾ ഇടയ്ക്ക് ടെവിലിസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളിമല നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു തോട്ടത്തിലാണ്. ധാരാളം എൻക്വയറി ആണ് ടെവിലിസിനെ പറ്റി ഉള്ളത്. അതായത് വിഷ്ണു നമസ്കാരം. നമസ്കാരം. വിഷ്ണുവിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് കർഷകർ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ടെവിലിസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുള്ളിമല നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു തോട്ടത്തിലാണ്. ധാരാളം എൻക്വയറി ആണ് ടെവിലിസിനെ പറ്റി. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇപ്പോഴും ഈ ചൊറിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ഈ ഒരു ചൂട് കൂടുന്ന സമയത്ത് ഞാൻ മുമ്പേ ഉള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പുഴുയുടെ മുട്ട വിരിയുന്ന ഡ്യൂറേഷൻ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള മുട്ട വിരിയുന്നതും അവരുടെ ഒരു ലൈഫ് സൈക്കിൾ ഷോർട്ട് ആവുന്നത്. അതായത് ഒരു 60 ദിവസം പുഴുവിന് ലൈഫ് സൈക്കിൾ വരുന്ന സ്ഥലത്ത് ഇത് എന്താ പറയുക ഷോർട്ട് ഡ്യൂറേഷൻ, ഒരു 30-36 ദിവസത്തിലോട്ട് ഈ പുഴുവിന്റെ ലൈഫ് സൈക്കിൾ ചുരുങ്ങുന്നതാണ് മാക്സിമം ആയിട്ടുള്ള ഈ പുഴുവിന്റെ എന്താ പറയാ സ്പ്രെഡ് ചെയ്യാനുള്ള കൂടുതലായിട്ടുള്ള വേനൽക്കാലത്ത് കൂടുതലായിട്ടുള്ള വരുന്നത്. പിന്നെ കൂടാതെ തന്നെ നമുക്ക് പുതിയ ചിമ്പുകൾ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ചെടിയിൽ ഒരു പച്ചപ്പ് ഉണ്ടാവും. ആ പച്ചപ്പിന് അട്രാക്ട് ആയിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബോറേഴ്സ് കൂടുതലായിട്ട് തന്നെ നമുക്ക് വരും. ഞാനീ പറഞ്ഞ ടെവിലിസ് എന്ന് പറഞ്ഞ മരുന്നിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുവിനെയും മുട്ടനെയും ഒരേപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഡ്യൂറേഷനിലായിട്ടുള്ള കൺട്രോൾ കിട്ടും. കാരണം മുട്ടയും ചത്തു പുഴുവും ചാവും. ജീവിതചക്രം തന്നെ അതായത് ആ ജീവിതചക്രം എൻ്റെ ആയിട്ട് നമ്മൾ നശിപ്പിക്കുകയാണ്. അപ്പൊ വീണ്ടും അവിടെ ഈ പറഞ്ഞ മരുന്നിന്റെ എഫക്ട് കഴിയുമ്പോൾ മറ്റുള്ള തോട്ടങ്ങളിൽ നിന്ന് ഏതെങ്കിലും പുഴുവ അല്ലെങ്കിൽ അവർ അഡൾട്ട് വന്ന് മുട്ടയിട്ട് വിരിയുന്നത് മാത്രമേ അടുത്തതാവത്തുള്ളൂ. പിന്നെ ഈ ഒരു മരുന്നിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ തോട്ടത്ത് അടിച്ചാലും നമുക്ക് ഞാൻ എൻ്റെ ആയിട്ടുള്ള പുഴുവിന്റെ ജീവിതചക്രത്തിനെയും നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ എൻ്റെ ലൈഫ് സൈക്കിൾ ഞാൻ പറയാം 30-36 ദിവസം വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ കിട്ടും. പിന്നെ കണ്ടിന്യൂസ് അടിച്ചാലും ചില മരുന്നുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്പ്രേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുഴുവില് റെസിസ്റ്റിവിറ്റി ഫോം ചെയ്യും. കാരണം അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുഴുവില് കാര്യങ്ങൾ ഫോം ആവും. അങ്ങനെ ഫോം ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് IGR എന്ന് പറഞ്ഞാൽ. ആ കാറ്റഗറി അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചാലും വേറെ പ്രശ്നമില്ല. പിന്നെ നമുക്കറിയാം ചൂട് കൂടി വരികയാണ്. ഞാൻ പോകുന്ന പല തോട്ടങ്ങളിലും വേറെ പല മരുന്നുകൾ അടിച്ചിട്ടും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരം പൊള്ളി പോകുന്നു. ചൂടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പല കോമ്പിനേഷനിൽ വരുന്നതും കറക്റ്റായിട്ട് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്ത കോമ്പിനേഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഡോസിന്റെ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തന്നെ പൊള്ളി പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിന് അങ്ങനെ പൊള്ളി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര സേഫ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാവുന്ന ഒരു കെമിക്കലാണ്. കണ്ടിന്യൂസ് നമ്മൾ സ്പ്രേ ചെയ്ത് പോകാം. യാതൊരു ഇഷ്യൂസും ഇല്ല. നമുക്ക് ബാരൽ കോസ്റ്റ് ഭയങ്കര കുറവായിട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് ചൊറിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫീൽഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പല ടൈപ്പുള്ള മരുന്നുകളുണ്ട്. അത് ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. മിഡ, ഡൈഫെൻഡ്യൂറോൺ അങ്ങനെയുള്ള ഏത് കോമ്പിനേഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ടുള്ള കെമിക്കലാണ് ഫ്ലോണിക്കാമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ. ഇത് നമുക്ക് ട്രിപ്പിസൈഡ് എന്നാണ്. അതായത് നമ്മൾ ഇൻസെക്ടിസൈഡ്, ഫംഗിസൈഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ട്രിപ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നിന്റെ കാറ്റഗറിയാണ് ട്രിപ്പിസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി. അപ്പൊ ഈ ട്രിപ്പിസൈഡ് പക്ക ട്രിപ്പിസൈഡ് ആയിട്ട് വരുന്ന ഒരു കെമിക്കലാണ് ഈ പറഞ്ഞ ഫ്ലോണിക്കാമൈഡ്. അതിന്റെ ബ്രാൻഡ് നെയിം പനാമ എന്നാണ് വരുന്നത്. അത് നമുക്കൊരു 30 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് അടിക്കുവാണെങ്കിൽ കുറച്ച് കോസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ചേർത്ത് അടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു 40 ദിവസം വരെ ഈസി ആയിട്ട് ട്രിപ്സിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ടെവിലിസിന്റെ അനുപാതം എത്രയാണ്? ടെവിലിസ് നമുക്ക് 100 മില്ലി 200 ലിറ്ററിലേക്ക്. അതെ. ഇത് നമുക്കൊരു 30 ഗ്രാം 200 ലിറ്ററിലോട്ടും ചേർത്ത് കൊടുക്കാം. ടെവിലിസ് 100 മില്ലിയും 30 ഗ്രാം പനാമയും നമുക്ക് ചേർത്തിട്ട് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചൊറിയ തണ്ടുവരപ്പിനെ കൺട്രോൾ ചെയ്യാം. ഇനി അതല്ലാതെ വേറൊരു മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില തോട്ടങ്ങളിൽ ഭയങ്കരമായിട്ട് അത് ആ തോട്ടം അവിടെയുള്ള ക്ലൈമറ്റ് കാര്യങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചൊറിയ ഒരിക്കലും വിട്ടു മാറത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് വരും, മുരടിച്ചു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓക്സാലിസ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതിന്റെ കോമ്പിനേഷൻ വരുന്ന ഞാൻ മുമ്പേ പറഞ്ഞ ഫ്ലോണിക്കാമൈഡും പ്ലസ് ഫിപ്രോണിൽ എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ് വരുന്നത്. ഫിപ്രോണിൽ 15%, ഫ്ലോണിക്കാമൈഡ് 15%. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയിൽ പച്ചപ്പും കാര്യങ്ങളും വരും. ചെടിക്ക് യാതൊരുവിധ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. 80 ഗ്രാം നമ്മൾ 200 ലിറ്ററിലേക്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷെ നമുക്ക് ഫിപ്രോണിൽ അറിയാം നമുക്ക് ഒരിക്കലും ഹണിബി ഫ്രണ്ട്ലി അല്ല. അങ്ങനെയുള്ള തോട്ടങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ നമ്മൾ വർഷത്തിൽ ഒരു തവണ നമ്മൾ ഒരു ഫിപ്രോണിൽ ബേസുള്ള നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആ തോട്ടത്തിൽ ഈ നീരൂറ്റി കുടിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓക്സാലിസ് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ തോട്ടത്തിൽ ഇതുവരെ ഫിപ്രോണിലെ ബേസ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് മാറ്റിയിട്ട് ഈ പറഞ്ഞ ഓക്സാലിസ് 80 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 550 രൂപയാണ് ബാരൽ കോസ്റ്റ് വരിക. തണ്ടുവരപ്പിനെയും അതേ പറഞ്ഞാൽ തന്നെ ചൊറിനെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ കടുത്ത വേനലിൽ ഇതുപോലെ തന്നെ
ഹണീബീസിന്റെ ആ ഒരു രീതിയിലുള്ള ഒരു ആശങ്കയുടെ പല തോട്ടത്തിനും അങ്ങനെ ഒരു കാര്യമില്ല അല്ലേ? അതെ, അങ്ങനത്തെ പ്രശ്നമില്ല. നമുക്ക് വർഷത്തിൽ ഒരിക്കല് നമുക്ക് ഈ പിപ്രോണൽ ബേസ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഹണിബി പ്രശ്നങ്ങൾ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും നമ്മൾ ഹണിബി ഫ്രണ്ട്ലി എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു സമയങ്ങളിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നന്നായിട്ട് ഫ്ലവറിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരുപാട് ഹണിബി കാര്യങ്ങളൊക്കെ വരും നമ്മുടെ തോട്ടങ്ങളിലേക്ക്. ആ സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കുന്ന പകരം ഈ ഒരു സമയത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയാ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ തോട്ടത്തിലെ ചൊറീനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു കോമ്പിനേഷൻ കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.